ഹലോ, ഒരുപാട് സ്നേഹത്തോടെ എല്ലാവർക്കും നമസ്കാരം. ഈ മഴക്കാലത്തെ നല്ല മുളകിട്ടിട്ടുള്ള കുഞ്ഞു മത്തിക്കറി ആ ചോറിൻ്റെ കൂട്ടത്തിൽ കഴിക്കാനായിട്ട് ഭയങ്കര വൈബാണ് കേട്ടോ. അപ്പോൾ ഞാനത് ഉണ്ടാക്കാനായിട്ട് പ്ലാൻ ചെയ്തിട്ട് കുറച്ച് ദിവസങ്ങളായി. പക്ഷേ കുഞ്ഞുമത്തി ഒന്നും കിട്ടിയില്ല. അപ്പോൾ തമിഴിൽ കുഞ്ഞൻ മത്തിക്കറി എന്നാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. പക്ഷേ അത് ഞാൻ പറഞ്ഞു പറ്റിക്കുന്നതല്ല കേട്ടോ. നമ്മളങ്ങനെ ഒരു കാര്യം തമിഴിൽ കൊടുത്തിട്ട് പിന്നെ വേറൊന്ന് വീഡിയോയിൽ കാണിക്കുക അങ്ങനെയുള്ള കാര്യം ഞാൻ ചെയ്യില്ല. ഞാൻ സത്യസന്ധമായിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. പക്ഷേ ഇത് വേറെ വഴിയില്ലാത്തതുകൊണ്ടാണ്. നമുക്ക് അടുത്ത ഏത് ദിവസങ്ങളിൽ ഇനിയിപ്പം വരുമെന്നൊരു പിടിയില്ല. കാരണം സ്ഥലം പാലക്കാടാണ്. അപ്പോൾ എപ്പോഴാണ് ഇനി കുഞ്ഞുമത്തി വരുന്നതെന്നൊന്ന് വെയിറ്റ് ചെയ്തിട്ട് ഇരിക്കേണ്ട അവസ്ഥ വരും. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ ഉള്ള മത്തി വെച്ചിട്ട് ഉണ്ടാക്കാം. എന്തായാലും രണ്ടും ടേസ്റ്റൊക്കെ തന്നെയാണ്. പക്ഷേ കുഞ്ഞൻ മത്തിയാണ് ഒന്നും കൂടെ നല്ല ടേസ്റ്റായിട്ടിരിക്കുക. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ കണ്ടിട്ട് നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പോയി കാണാം. നമ്മുടെ കുഞ്ഞമത്തി മുളകിട്ടത് ഉണ്ടാക്കാനായിട്ട് ആദ്യം നമ്മുടെ മത്തിയിലേക്ക് ഒരു 1/2 സ്പൂൺ മുളക് പൊടിയും 1/4 സ്പൂൺ ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കണം കേട്ടോ. അരമണിക്കൂർ മുമ്പ് തന്നെ ഇത് മിക്സ് ചെയ്ത് വെക്കുക. പിന്നെ നമുക്ക് ഒരു ചെറുനാരങ്ങ വലുപ്പത്തിൻ്റെ എത്രയും വേണ്ട പുളി അതൊന്ന് കുറച്ചെടുത്തിട്ട് എന്നിട്ട് ഒരു 1.5 ഗ്ലാസ് വെള്ളത്തിലേക്ക് ഇട്ട് വയ്ക്കുക. പിന്നെ ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 സ്പൂൺ ഉലുവ, 1/4 സ്പൂൺ മല്ലിപ്പൊടി. പിന്നെ കുറച്ചധികം ചെറിയുള്ളി വേണം. ഈ ചെറിയുള്ളിയാണ് അതിൻ്റെ ശരിക്കൊരു ഫ്ലേവർ കിട്ടുക, അത് നല്ല ടേസ്റ്റ് വരുന്നത് ആ ചെറിയുള്ളി കൂടുതൽ ഇടുമ്പോഴാണ്. പിന്നെ നമ്മളത് താളിക്കാനായിട്ട് ഒരു വട്ടത്തിലിങ്ങനെ മുറിച്ച് വെച്ചിട്ടുണ്ട്. അത് കുറച്ചൊന്ന് മാറ്റി വയ്ക്കുക. പിന്നെ 2 പച്ചമുളക് നെടുകെ കയറിയതും 2 തണ്ട് കറിവേപ്പിലയും കല്ലുപ്പാണ്. അപ്പോൾ നമ്മളത് ആവശ്യത്തിന് എടുക്കുക. പിന്നെ ഒരു സ്പൂൺ വെളിച്ചെണ്ണ. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ. പുളി പിഴിഞ്ഞ് വെച്ചിരിക്കാൻ കേട്ടോ. ഈ വെള്ളത്തിലേക്ക് നമ്മൾ ഈ കറിവേപ്പില ഒരു തണ്ട് എടുത്തിട്ടിട്ട് ഇതിനകത്ത് നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന ചെറിയുള്ളി, പച്ചമുളക്, ഉലുവ ഒഴികെയുള്ള ഈ പൊടികളെല്ലാം കൂടി ഇട്ടിട്ട് നമുക്ക് ആവശ്യത്തിന് കല്ലുപ്പ് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കണേ. ഇതിങ്ങനെ മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് ഇങ്ങനെ മിക്സ് ചെയ്ത് വെക്കണം കേട്ടോ. എന്നിട്ട് നമുക്കിനി ഉണ്ടാക്കാൻ തുടങ്ങാം. ഇത് ഭയങ്കര ഈസി അല്ലേ. അപ്പോൾ ആദ്യം ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതൊന്ന് മിക്സ് ചെയ്യുക, അങ്ങനെ വെക്കുകയെന്ന് മാത്രമേ ഉള്ളൂ. വേറെ ഒന്നും പ്രത്യേകിച്ച് അങ്ങനെ വലിയ പണികളൊന്നും ഇല്ല. ഈസി ആയിട്ട് ഇപ്പോൾ ബാച്ചിലേഴ്സിനൊക്കെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി മത്തിക്കറി. നല്ല ടേസ്റ്റും ഉണ്ടാവും. അപ്പോൾ നമ്മൾ നല്ല വെള്ളം അരി ചോറിന് കൊടുത്തിട്ടാണ് ഈ കറി നല്ല സൂട്ടാവുന്നത്. നിങ്ങൾക്ക് എപ്പോഴും എൻ്റെ ഈ ഒരു മൺചട്ടി മാത്രമേ കാണാൻ പറ്റുള്ളൂ. കാരണം ഇത് എനിക്ക് ഒരെണ്ണേ ഉള്ളൂ. അപ്പോൾ ഞാൻ എല്ലാ മീൻകറിയും മുട്ടക്കറിയും ഒക്കെ ഇതിനകത്ത് തന്നെയാണ് ഉണ്ടാക്കുന്നത്. ചട്ടി ചൂടാകുമ്പോൾ നമുക്ക് 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. എണ്ണ ചൂടാവട്ടെ. ഞാൻ ആകെ 5 മത്തി എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇവിടെ 2 പേരിലുള്ളൂ. അപ്പോൾ അത്രയും മതിയാവും. അപ്പം നിങ്ങൾക്ക് എത്രയാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു 8 എണ്ണം വരെ ഈ ഒരു ഇത്ര ഇൻഗ്രീഡിയൻസ് ഉണ്ട് 8 എണ്ണം വരെ നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ എണ്ണ ചൂടാകുമ്പോൾ ഉലുവിട്ട് പൊട്ടിക്കുക. ചെറിയുള്ളി ഇടുക. ചെറിയുള്ളി ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റുക. ചെറിയുള്ളി വഴന്ന് കഴിയുമ്പോൾ നമ്മളിത് ഈ മിക്സ് ഉണ്ടാക്കി വെച്ചിട്ടില്ലേ, ഈ മിക്സ് ഇതിൻ്റെ കൂട്ടത്തിലിട്ട്. ഈസി പണിയല്ലേ. ഇനി ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്നവരെ 2 മിനിറ്റൊക്കെ തിളപ്പിക്കുക കേട്ടോ. ഇതിൻ്റെ പച്ചമണം മാറാൻ വേണ്ടിയിട്ടാണ്. നന്നായി തിളച്ചിട്ട് ആ പൊടികളിട്ട് അതിൻ്റെയൊക്കെ ആ പച്ചമണം ഒന്ന് മാറി കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഈ മുളകും ഉപ്പൊക്കെ പുരട്ടി വെച്ചിരിക്കുന്ന നമ്മുടെ മത്തി എടുത്തിട്ട് ഇതിനകത്തേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ കൂട്ടത്തിൽ മത്തിയുടെ മുട്ടയും കൂടി ഉണ്ട് കേട്ടോ. അതും കൂടി ഇടുകയാണ്. ഒരു 5 മിനിറ്റിൽ മത്തിയൊക്കെ നന്നായി വെന്ത് നമ്മുടെ നല്ല മുളക് കറി റെഡിയാണ് കേട്ടോ. പിന്നെ വേറെ ഒന്നുമില്ല. നമ്മളിത് ഓഫ് ചെയ്യുന്നു. 2 കറിവേപ്പില ഇങ്ങനെ മുകളിലിട്ടിട്ട് ഈ തിള ഇങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മൾ പിന്നെ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഇങ്ങനെ ഒന്ന് തൂവി കൊടുക്കുക. ജസ്റ്റ് ഒന്ന് തൂവി കൊടുക്കുന്നു, ഒന്ന് അടച്ച് വയ്ക്കുന്നു, അത്രേ ഉള്ളൂ. അപ്പം നമ്മുടെ മത്തിക്കറി റെഡിയാണ് കേട്ടോ. ഇത് ഞാൻ പാത്രത്തിലെടുത്ത് കാണിച്ചു തരാം. ഈ മഴക്കാലത്ത് നല്ല ചൂടുള്ള വെള്ളയരി ചോറിൻ്റെ കൂട്ടത്തിൽ നല്ല നാടൻ മത്തി മുളകിട്ടത് കഴിച്ചു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്യണം. അപ്പോൾ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. ലൈക്ക്, ഷെയർ, ബെൽ ബട്ടൺ, കമൻറ്റ് ഇതൊന്നും മറന്നു പോകരുത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ടാറ്റാ, ബൈ ബൈ, സീ യു, താങ്ക് യു, നമസ്കാരം.